അശാസ്ത്രീയമായ നിർമ്മാണത്തോടൊപ്പം മഴയും കനത്തതോടെ യാത്ര ചെയ്യാനാവാത്ത വിധം തകർന്നിരിക്കുകയാണ് കോഴിക്കോട്ടെ മാളിക്കടവ് തണ്ണീർപ്പന്തൽ റോഡ്. കോളേജും സ്കൂളും ഉൾപ്പെടുന്ന 1.5 കിലോമീറ്റർ ദൂരത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇരുചക്ര വാഹനയാത്രികൾ കുഴികളിൽ വീഴുന്ന അപകടവും പതിവാണ്. MSS തന്നെ ഒരു ഓൾമോസ്റ്റ് 1300-200 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം ഇവർക്ക് തന്നെ പോകുന്നത് നല്ല ബുദ്ധിമുട്ടാണ്. ഒരു ദിവസം ഞങ്ങളിങ്ങനെ വരുമ്പം ജസ്റ്റ് മിസ്സാണ് സത്യം പറഞ്ഞാൽ. അവിടെ ഒരു ചെറിയ ഒരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ അതിലൂടെ പോയി, അല്ലെങ്കിൽ ആ കുഴിയിൽ വീണ് മറിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഈ ആംബുലൻസിന് പോലും പോകാൻ പറ്റാത്ത റോഡിൽ കൂടി സ്കൂൾ ബസ്സും ഭയങ്കര തിക്കും തിരക്കായിട്ടാണ് പോവുക. എപ്പോഴാണ് വണ്ടി ഇടിക്കുകയെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത്. കഴിഞ്ഞ 3 മാസത്തിലധികമായി മാളിക്കടവ് തണ്ണീർപ്പന്തൽ റോഡിന്റെ അവസ്ഥ ഇതാണ്. കാൽനടയാത്രയ്ക്ക് പോലും കഴിയാത്ത വിധം റോഡ് പൂർണ്ണമായും തകർന്നിരിക്കുന്നു. 3000-ലധികം വരുന്ന സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ദിവസേന ജീവൻ പണയം വെച്ചാണ് ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നത്. ഇതൊരു 5-8 മാസമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്തു നമ്മൾ സ്കൂൾ റീ ഓപ്പണിംഗ് ആവുന്ന സമയത്തേക്ക് എന്തെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു ചേഞ്ച് ഉണ്ടാവുമെന്ന്. അപ്പോൾ അതുണ്ടായില്ല. വീണ്ടും ഈ ബസ് റൂട്ടുകൾ, ബാലുശ്ശേരി റൂട്ട് ബസ്സുകളൊക്കെ ഈ വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 ഭാഗവും പൊളിഞ്ഞ് കുട്ടികൾക്ക് നടന്ന് സ്കൂളിലേക്ക് എത്താൻ പറ്റാത്തൊരവസ്ഥയാണ്. കുറേ കുട്ടികൾ അതർ വെഹിക്കിൾസിലാണെങ്കിലും കുറേ പേർ നടന്നു വരുന്ന സ്കൂളിൽ എത്തുന്നതുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എത്തിച്ചേരാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൂടാതെ 10-20 മിനിറ്റ് ലേറ്റായിട്ട്, ഹാഫ് ആൻ അവർ ലേറ്റായിട്ട് സ്കൂളിൽ എത്തുന്നൊക്കെ ഒരു അവസ്ഥയാണ്. അത്രയും ബ്ലോക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനു വേണ്ടിയാണ് റോഡിന്റെ ഒരു വശം പൊളിച്ചത്. മഴ കനത്തതോടെ ഇവ വലിയ കുഴികളായി മാറുകയായിരുന്നു. പ്രദേശവാസികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നുവെങ്കിലും അടുത്ത മഴയിൽ റോഡ് പൂർവ്വസ്ഥിതിയിലായി. ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നത് ഇവിടെ പതിവാണ്. വളരെ സങ്കടമായ റോഡാണ്. എന്ത് കഷ്ടമാണ്. ടാക്സ് ഒക്കെ കൊടുത്ത് വണ്ടി ഓടാൻ പറ്റുന്നില്ല. ആകെ 30 റുപ്യ കിട്ടുക കൂടി, അതിന് 300-400 റുപ്യ ചിലവാക്കുക ഡെയിലി. വളരെ ഇപ്പോഴത്തെ ഭരണം വന്ന പക്ഷേ ഞങ്ങൾക്ക് ഒരു നിവർത്തിയില്ല. ഈ റോഡൊക്കെ എന്താ സ്ഥിതി? കുട്ടികൾ ഇന്നലെ 2 ആളെ തെറിച്ച് വീണ അവിടെ ബൈക്കിൽ എൻ്റെ മുന്നിൽ. കഴിഞ്ഞ ദിവസം തന്നെ നന്നാക്കിയാണ്. ഒരു താൽക്കാലികമായിട്ടുള്ള നന്നാക്കൽ മാത്രമേ നന്നാക്കിയുള്ളൂ. ഒരുപാട് വണ്ടികൾ പോകുന്ന റോഡാണിത്. എന്താ പറയുക, ബൈപ്പാസ് അവിടെ വേങ്ങേരി അടച്ചതിന് ശേഷം അതിലേ പോകുന്ന എല്ലാ ബാലുശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന ഒരുവിധം എല്ലാ വണ്ടികളും ഈ റോഡിനെയാണ് ആശ്രയിക്കുന്നത്. പക്ഷേ അതെ കുറേ വണ്ടികൾ തന്നെ തമ്മിൽ നല്ലോണം തട്ടുന്നൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ കാറുകൾക്കാണ് വലിയ ബുദ്ധിമുട്ടുള്ളത്. കാരണം അവരൊക്കെ വണ്ടിയിൽ അടി തട്ടിയിട്ട് വലിയ വണ്ടിക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി വേങ്ങേരിയിൽ ഓവർപാസ് നിർമ്മാണം നടക്കുന്നതിനാൽ ബാലുശ്ശേരി റൂട്ടിൽ ഓടുന്ന ബസ്സുകളെല്ലാം ഈ വഴിക്കാണ് പോകുന്നത്. ഞാൻ നേരം വാട്ടർ അതോറിറ്റി പോലും പറഞ്ഞത് എന്താ വെച്ചാൽ 72 ലക്ഷം ഉറുപ്പ്യ ഈ റോഡിന്റെ പണിക്ക് വേണ്ടിയിട്ട് അവിടെ കെട്ടിക്കഴിഞ്ഞിരിക്കുന്നത്. അത് ഞങ്ങൾ പോയ സമയത്ത് പോലും പറഞ്ഞ് ഇലക്ഷൻ്റെ പ്രോട്ടോക്കോൾ ഉണ്ട്, ചെയ്യാൻ പറ്റില്ല എന്ന് ഇനി പറഞ്ഞു. ഇപ്പോൾ ഇലക്ഷനും കഴിഞ്ഞ് ഇപ്പോൾ ഇതും കഴിഞ്ഞ് ഫലവും പുറത്തു വന്നിട്ടും ഇതുവരെ റോഡിനെ പറ്റി ഒന്നും ചെയ്തില്ല. അവർ എല്ലാവരും കൂടിയിട്ടൊരു മെമ്മോറണ്ടം പോലെ കളക്ടർ കൊടുത്ത് കളക്ടർ അടിയന്തര നടപടി ചെയ്യാൻ ഇടപെടാമെന്നൊക്കെ പറഞ്ഞിരുന്നു. യാതൊരു നടപടി അവരുടെ ഭാഗത്തുനിന്ന്, അധികൃത ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇത് മുഹമ്മദ് റിയാസ് കാണുകയാണെങ്കിൽ, പൊതുമരാമത്ത് മന്ത്രി ഇത് കാണുകയാണെങ്കിൽ ഇതിന് വേണ്ട നടപടിയെടുക്കാൻ ഞങ്ങൾ വിനീത അപേക്ഷിക്കുന്നു. റോഡിന്റെ ഇരുവശങ്ങളിലുമായി 100 കണക്കിന് കുടുംബങ്ങളാണ് താമസിക്കുന്നത്. MSS പബ്ലിക് സ്കൂൾ, വനിതാ ജനറൽ, ITIകൾ എന്നിങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള വഴിയും ഈ റോഡാണ്. വിവിധയിടങ്ങളിൽ പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. ന്യൂസ് മലയാളം, കോഴിക്കോട്.